മാങ്ങയും തൈരും ചേർന്നിട്ടുള്ള ഈ ഒരു കിടിലൻ ഡെസേർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി നല്ല കട്ട തൈര് പുളിയില്ലാത്തത് ഇതേപോലെ ഒരു അരിപ്പയിലേക്കോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലേക്കോ ഇട്ടിട്ട് വെള്ളം ഫുള്ള് വാർന്നതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് അത് നന്നായിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കുക. അതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിൽ കൂടെ തന്നെ നമ്മുടെ പ്യൂരി ആക്കിയിട്ടുള്ള ഈ ഒരു മാങ്ങയുടെ പൾപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. വെള്ളം ഒട്ടും ചേർക്കാതെ വേണം കേട്ടോ മാങ്ങ പൾപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു ഡെസേർട്ടിന് വെള്ളം ഒരുപാട് കൂടാൻ പാടില്ല. അപ്പോൾ അതെ ഇത് രണ്ടും കൂടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. മാംഗോയുടെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഈ ഒരു മിക്സും അതുപോലെ തന്നെ മാങ്ങ പീസുകളാക്കിയതും നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് സെർവ് ചെയ്യാൻ. തണുപ്പിച്ചെടുത്തിട്ടുള്ള മിക്സും മാങ്ങാക്കൂട്ടും ഇതുപോലെ ബൗളിലേക്ക് ഇട്ട് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയായിരിക്കണം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ ഒരു ഡെസേർട്ട് ഈ ഒരു മാമ്പഴക്കാലത്ത് തന്നെ നിങ്ങൾ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്യാൻ മറക്കരുത്.